ഹലോ എവ്രി വൺ. ഇന്ന് ഇൻവിസിബിൾ ചെയിൻ നെക്ലേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ജംപ് റിങ്സ് ആണ്. അത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പ്ലെയർ എടുത്ത് അത് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഗുങ്കൂറൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഗുങ്കൂറൂസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് ഈ കുന്തൻ സ്റ്റോണിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പ്ലെയർ യൂസ് ചെയ്ത് ടൈറ്റാക്കിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോക്കറ്റായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഇൻവിസിബിൾ ചെയിനിൻ്റെ ആ സ്ട്രിങ്ങിലേക്ക് ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തേതാണ് എടുക്കുന്നത്. ഇങ്ങനെയും ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇതുപോലെ കുന്തൻ സ്റ്റോൺ ആദ്യം സ്ട്രിങ്ങിലോട്ട് കയറ്റിയതിന് ശേഷം ഇതുപോലെ ജംപ് റിങ് ഓപ്പൺ ആക്കി അതിലേക്ക് ഗുങ്കൂറൂസ് ആഡ് ചെയ്ത് പിന്നെ അത് ജോയിൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അന്നേരം കുറച്ചുകൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ പോകുന്ന പോലൊരു തോന്നലുണ്ടായി. ഇത് കൊരുത്ത് കൊടുക്കുന്ന ഈ സ്ട്രിങ് ഇല്ലേ, ഇതിൻ്റെ ശരിക്കുള്ള പേര് ഗിയർ വയർ എന്നാണ് കേട്ടോ. ഇതുപോലെ ഒരു 3 ലോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഇത് 0 ബീഡ് പോലെ തോന്നിക്കുന്ന ഇതാണ് സ്റ്റോപ്പർ എന്ന് പറയുന്നത്. ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് സ്റ്റോപ്പർ. ആ പേര് പോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ഇങ്ങനെ ബീഡ്സൊക്കെ കൊരുക്കുന്ന പോലെ കൊരുത്തതിന് ശേഷം ഇതുപോലെ പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻവിസിബിൾ ചെയിനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായി മാറുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂന്നേ. ഒന്ന് മനസ്സ് വെച്ചാൽ സുഖമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ ഫോർമാറ്റിലുള്ളൊരു നെക്ലേസ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. ഇത് ഈ ചാനലിലെ 2ാമത്തെ വീഡിയോ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കാണുമോ, ഇത് നിങ്ങളിലേക്കൊക്കെ എത്തുമോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഥവാ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, അതെ, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുന്തൻ സ്റ്റോൺ ഇടുന്നു, സ്റ്റോപ്പർ വെച്ച് അതിനെ പ്ലേസ് ചെയ്യുന്നു, അതിനുശേഷം ഗുങ്കൂറൂസ് ആഡ് ചെയ്ത് ജംപ് റിങ് കുന്തൻ സ്റ്റോണിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് തന്നെയാണ് പ്രോസസ്സ്. ഇത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഇൻവിസിബിൾ ചെയിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുങ്കൂറൂസ് ആഡ് ചെയ്യാത്ത ലോക്കറ്റ് മാത്രമായിട്ടുള്ളത് ചെയ്യാം, സിംഗിൾ ലോക്കറ്റ്സ് ആയിട്ടുള്ളത് ചെയ്യാം. അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്സ്. വേറെ മാലകളൊക്കെ ഉണ്ടാക്കുന്ന രീതികളുണ്ട്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലെ ഒരു നെക്ലസ് ആണ്. റീസെൻ്റ്ലി ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അത് ചെയ്യാൻ നോക്കുക. ഒന്നുമില്ലെങ്കിലും ഒരു DIY ഒക്കെ ഒരു രസമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ നെക്ലേസ്. ഐ ഹോപ്പ് യു ആൾ ലൈക്ഡ് ഇറ്റ്.